നമസ്കാരം. കേരളത്തിൻ്റെ മുൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ടി.എച്ച്. മുസ്തഫയുടെ രണ്ടാം അനുസ്മരണ സമ്മേളനവും ടി.എച്ച്. മുസ്തഫ ഫൗണ്ടേഷൻ ചാരിറ്റി ഉദ്ഘാടനവും AIC ജനറൽ സെക്രട്ടറിയും MP-യുമായ ശ്രീ K.C. വേണുഗോപാൽ നിർവഹിച്ചു. പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ നേതാക്കളെയും ജനപ്രതിനിധികളെയും ആദരിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ റിട്ടയർഡ് ജസ്റ്റിസ് അബ്ദുറഹീം അധ്യക്ഷത വഹിച്ചു. മുരളി തമ്മാരത്തുകുടി MLA എൽദോസ് കുന്നപ്പള്ളി, അഡ്വക്കേറ്റ് ജബി മേത്തർ MP, അഡ്വക്കേറ്റ് ശ്രീനിജൻ MLA, അഡ്വക്കേറ്റ് കുഴനാടൻ MLA, കൊച്ചി മേയർ അഡ്വക്കേറ്റ് മിനിമോൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K.C. രാധാകൃഷ്ണൻ, മുൻ MLA അഡ്വക്കേറ്റ് VP സജീന്ദ്രൻ, പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സംഗീത, AICC മൈനോരിറ്റി വൈസ് ചെയർമാൻ ശ്രീ ബ്രിജേഷ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, കൺവീനർ ശ്രീ മോഹൻദാസ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. കേരള രാഷ്ട്രീയത്തിൽ തൻ്റേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു നേതാവ്, രാഷ്ട്രീയ പ്രവർത്തകനെന്ന നിലയിൽ തൻ്റെ കൂടെ നിൽക്കുന്ന ജനങ്ങളോടൊപ്പം നിലകൊള്ളാൻ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം നമ്മളിപ്പോൾ ചിന്തിക്കാറുണ്ട്. പലരും പറയും രണ്ട് തരത്തിലുള്ള നേതാക്കന്മാർ നമുക്കുണ്ട്. ഒന്ന്, തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശക്തമായ നിലപാടുമായി നിൽക്കുന്ന നേതാവ്, ആ തീരുമാനങ്ങളിലേക്ക് തൻ്റെ കൂടെ നിൽക്കുന്നവരെ കൂടി കൊണ്ടുവരാൻ ആജ്ഞാശക്തിയുള്ള ആള് നേതാവ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ അണികളുടെ വികാരം മനസ്സിലാക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന നേതാവ്. അവർക്ക് വേണ്ടി അവരെ കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ടി തീരുമാനം എടുക്കുന്ന നേതാവ്. 1977 ഇലക്ഷനിൽ ആലുവയിൽ ഇലക്ഷന് പ്രചരണം നടത്തിയിട്ട് പോയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ കോൺഗ്രസ്സുകാരായിരുന്നു, എൻ്റെ അമ്മയുടെ വീട്ടുകാർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അപ്പോൾ ഞാൻ ഇടത്തല ചെല്ലുമ്പോൾ ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പൊ ഇപ്പോഴും എൻ്റെ പെരുമാറ്റത്തിലും ചർച്ചയിലും സംഭാഷണത്തിലും എല്ലാം ആ ഐഡിയോളജിക്കലായിട്ടുള്ളൊരു ഇക്വാനിമിറ്റി ഉണ്ട്. എനിക്ക് ഒരു സൈഡ് മാത്രം ശരി, മറ്റു സൈഡ് മാത്രം തെറ്റ് എന്നൊരു ചിന്ത അന്നുമില്ല ഇന്നുമില്ല. ശ്രീ T.H. മുസ്തഫ അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. ആലുവയുടെ MLA ആയി. എടത്തേലിൽ ഉൾപ്പെടെ അനവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. അന്ന് തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമുണ്ട്. ഒരു ഉജ്ജ്വലമായിട്ടുള്ളൊരു വാഗ്മിയായിരുന്നു അദ്ദേഹം. അതിനുശേഷം വളരെ കാലഘട്ടത്തിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഡിഗ്രിയോ LLBയോ ഒന്നും പഠിച്ച ആളൊന്നും ആയിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം 10ാം ക്ലാസ് മാത്രം പാസ്സായ ഒരാളാണ്. പക്ഷെ അദ്ദേഹം എത്ര മനോഹരമായി എത്ര നേരം വേണമെങ്കിലും 2 മണിക്കൂറൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നിട്ടുണ്ട്. 2 ഇംഗ്ലീഷ് വാക്കിൽ നമ്മുടെ എല്ലാം മനസ്സിൽ ഓടിയെത്തുന്ന നമ്മുടെ നേതാവാണ് T.H. മുസ്തഫ. അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു പോയിട്ട് 2 വർഷം പിന്നിടുന്നു എങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മുടെ നേതാവായി ഇന്നും ജീവിക്കുകയാണ്. ഒരു ജനനേതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമായിരുന്ന രാഷ്ട്രീയ മേഖലയ്ക്കപ്പുറത്തേക്ക് സാമൂഹിക സാംസ്കാരിക മേഖലകളിലും മാനവീയ വിഷയങ്ങളിലുമൊക്കെ എല്ലാ നിലയിലും മാതൃകയായി നമ്മുടെ മനസ്സിൽ നിൽക്കുന്നൊരു മഹത് വ്യക്തിത്വത്തെയാണ് നാം ഇന്നിവിടെ അനുസ്മരിക്കുന്നത്.